പ്രിയപ്പെട്ടവരെ, ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ മാസം 26 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, ഇന്ന് 22 ഇനി 4 ദിവസം കൂടെ കഴിഞ്ഞാൽ കാലവർഷം ഇങ്ങ് വരും. ഇപ്പോൾ പെയ്യുന്നത് കാലവർഷമല്ല, പക്ഷേ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമാകും. ഇന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകളുണ്ട്. ഓറഞ്ച് അലേർട്ട് ഇല്ല, പക്ഷേ യെല്ലോ അലേർട്ട് 5 ഇടങ്ങളിലുണ്ട് അല്ലേ സാന്ത്വന? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് കാലവർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഴയായിരുന്നില്ല. നമുക്ക് ഈ വേനൽ മഴ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരങ്ങളിൽ ലഭിച്ചിരുന്ന മഴയാണ്. പക്ഷേ ഇപ്പോഴത്തെ മഴ നോക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ തന്നെ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വേനൽ മഴയുടെ ഒരു സ്വഭാവം മാറി, പക്ഷേ കാലവർഷത്തിലേക്ക് എത്തിയിട്ടുമില്ല. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗികമായി ഈ മാസം 26 തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തും എന്നുള്ള ഒരു അറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അല്ല 4 ദിവസം മുന്നോട്ടോ 4 ദിവസം പിന്നോട്ടോ ഒക്കെ ആകാം, പക്ഷേ ഒരു 26 തന്നെ കാലവർഷം എത്തും എന്നുള്ള ഒരു അറിയിപ്പാണ് നിലവിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കാലവർഷം എത്താൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും, അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്തായാലും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് എല്ലായിടങ്ങളിലും വ്യാപകമായി തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ 5 ജില്ലകളിൽ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ഈ 5 ജില്ലകളിലാണ് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ ജില്ലകളിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അടുത്ത ഒരു 4 ദിവസത്തേക്ക് കൂടി വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മഴ മാത്രമല്ല, 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ഉള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 26 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് നിലവിലിപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അറബിക്കടലിനോട് ചേർന്നൊരു ചക്രവാത ചുഴിയുണ്ട്. അതുപോലെ തന്നെ കേരള തീരത്തോട് ചേർന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ കാലവർഷം കൂടി എത്തും. അതോടുകൂടി തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴയുണ്ടാകും എന്നുള്ള അറിയിപ്പാണ് അരുൺ നിലവിൽ പുറത്തുവരുന്നത്. ഓക്കെ, സാന്ത്വനയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് ന്യൂനമർദ്ദ പാത്തിയൊക്കെ ഉള്ളതുകൊണ്ട് കാലവർഷവും നല്ല ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കാലവർഷം വരുന്നു, കട്ടൻ ചായ, പിന്നെ നല്ല കാലവർഷം, പിന്നെ ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാം. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സാധനം ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഇന്ധനവില കൂടുന്നതനുസരിച്ച് ചുറ്റുമുള്ള സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാചക സിലിണ്ടറിന് ഇതിനകം തന്നെ വില വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ കോക്രോച്ചുകൾ കൂടി രംഗത്ത് വരുന്നത്. ഐ എം എ കോക്രോച്ച് എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്.